ശ്രീ പ്രശാന്ത് പത്മനാഭൻ, നോക്കൂ, ഇവിടിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ വിധിയാണ് വന്നത്. അതിൽ വനിതാ ജഡ്ജി മാത്രമാണ് ഒരു വ്യത്യസ്തമായ വിധി പ്രഖ്യാപനം നടത്തിയത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള സമര പരമ്പരകൾക്കും ഒക്കെ തുടക്കമിട്ട കേസാണ്. ഇനി ഇതിൽ വിശദമായ പരിശോധനകളാണ് നടക്കാൻ പോകുന്നതെന്ന് വേണമോ മനസ്സിലാക്കാൻ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല, പല മതങ്ങളിലെ പല വിശ്വാസക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ ചർച്ച നടക്കുമ്പോൾ അതിലൊരു തീരുമാനം അത് വളരെ വേഗത്തിലുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഏത് ഘട്ടത്തിലായിരിക്കും സർക്കാരിന്റെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരിക? സർക്കാരിന് നാണമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ എന്തെങ്കിലും സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കോടതിയിൽ വ്യക്തമാക്കേണ്ടതാണ്. കോടതി പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളാം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡല്ല. നേരത്തെ ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞൊരു കാര്യം ആചാര സംരക്ഷണം. എല്ലാവർക്കും ആചാരം ലംഘിച്ച ഒരാളുടെ പേര് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുവാണ്. മഹാത്മാഗാന്ധി ചില ആചാരങ്ങൾ ലംഘിക്കാനായിട്ട് പദയാത്ര നടത്തിയിട്ടുണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 17 ഇപ്പോൾ ഒരു ഒഫൻസാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുകയാണ് പാർട്ട് 3. ഈ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾ മറന്നു പോകുന്നൊരു കാര്യം സാധാരണ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 25 ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 25 മലയാളത്തിലും വായിക്കാം. ആർട്ടിക്കിൾ 25 ഞാനൊന്ന് വെറുതെ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒന്നാമത്തെ സബ് ക്ലോസ്, സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, കൊടുങ്ങല്ലൂർ പാട്ട്, അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. അത് അശ്ലീലമാണെങ്കിൽ നിരോധിക്കാൻ പറ്റും, കാരണം ഇത് മതസ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 25 പറയുന്നത് പബ്ലിക് ഓർഡറും മൊറാലിറ്റിയൊക്കെ ഉണ്ട്. ഭരണഘടനാപരമായ ധാർമ്മികത അതില്ലെങ്കിൽ അത് നിഷേധിക്കാം. ഹെൽത്ത്, എൻ്റെ കുട്ടിക്ക് വാക്സിൻ എടുക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നൊരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അത് സ്റ്റേറ്റിന് ഇടപെടാം. കാരണം ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് കുട്ടിക്ക് ഞാൻ വാക്സിൻ എടുക്കില്ല എന്ന് പറയുന്ന ഒരു അവകാശമില്ല. കാരണം ബാക്കി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനയിൽ. ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമായിട്ടൊരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം പാടില്ല. ആൻഡ് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്, അതായത് ആർട്ടിക്കിൾ 25 പറയുവാണ് തുല്യത, ആർട്ടിക്കിൾ 14 തുല്യത, ആർട്ടിക്കിൾ 15 സ്ത്രീ വിരുദ്ധത പാടില്ല എന്ന് പറയുന്നു, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി പാടില്ല എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം വിധേയമായിട്ട് മാത്രമേ മതസ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയൂ. All persons are equally entitled to freedom of conscience and the right freely to profess, practice and propagate religion. All persons എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടും. സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസം അവിടെ പോകുക എന്നുള്ളതാണെങ്കിൽ വിശ്വസിക്കാനും ഹിന്ദു ആരാധനാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഫ്രീ ആയിട്ട് പോകാനുള്ള അവകാശമുണ്ട്. അടുത്ത സബ് ക്ലോസ് 2 പറയുന്നത് നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ അഫക്ട് ദി ഓപ്പറേഷൻ ഓഫ് എനി എക്സിസ്റ്റിംഗ് ലോ ഓർ പ്രിവെൻറ്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി ലോ. സ്റ്റേറ്റിനൊരു നിയമം ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? regulating or restricting any economic, financial, political or other secular activity which may be associated with religious practice. ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സെക്കുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട്, പൊളിറ്റിക്കലായിട്ടുള്ളതോ എക്കണോമിക്കലായിട്ടുള്ള, അതായത് ഞങ്ങളുടെ മഠം നിങ്ങൾക്ക് ടാക്സ് തരില്ല എന്ന് ഒരു മതസ്ഥാപനത്തിനൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല. അടുത്തത് ബിയിൽ പറയുന്നത് പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം ഓർ ത്രോയിങ് ഓപ്പൺ ഓഫ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ പബ്ലിക് ക്യാരക്ടർ. അത് ശബരിമല അങ്ങനെയാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതായത് ഇതൊരു ഹിന്ദു ആരാധനാലയമാണ്, പബ്ലിക് ക്യാരക്ടർ ഉണ്ട്. അതായത് ഒരു ഒരു കുടുംബ ക്ഷേത്രമല്ല. കുടുംബക്ഷേത്രമാണ് ഈ പറയുന്ന ന്യായം നിൽക്കുമായിരിക്കും. ഒരുപക്ഷെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളെ കുടുംബത്തിലുള്ളവർ മാത്രമേ കയറൂ എന്ന് പറയാം. ഇതങ്ങനെയല്ല. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന് അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. അത് പബ്ലിക്കായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ്, ഹിന്ദു ആരാധനാലയമാണ്. ടു ഓൾ ക്ലാസസ് ആൻഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്, എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ ഇത്രയും വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല. അബ്സല്യൂട്ടായിട്ടൊരു റൈറ്റ് ഇല്ല. സ്റ്റേറ്റിന് അത് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് റിഫർമേഷൻ പറ്റും. സെക്കുലർ, അത് ഈ പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം എന്നാണ് പറയുന്നത്. അത് വളരെ കൃത്യമാണ്. ആർട്ടിക്കിൾ 25(2)(b) പറയുവാണ് സോഷ്യൽ വെൽഫെയറോ റിഫർമേഷൻ, അതായത് പുതുതായിട്ടുള്ള പഴയകാല മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പുതിയ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ശ്രീനാരായണ ഗുരുവൊക്കെ സ്വപ്നം കണ്ട ആധുനിക മാനവിക മൂല്യങ്ങൾക്കനുസൃതമായിട്ടുള്ള നിയമം നിർമ്മിക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട് ഭരണഘടനാപരമായിട്ട്. അങ്ങനെയുള്ള ഒരു ഭരണഘടന ഉള്ളപ്പോഴാണ് ഇതിനകത്ത് വളരെ വിചിത്രമായിട്ട് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല. സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല, കോടതി എടുക്കട്ടെ എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പമല്ല, തുല്യതയ്ക്കൊപ്പമല്ല. ഇവിടെ കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ടാകുന്നതിന് ഇതിനെ ഹെക്ലേഴ്സ് വീറ്റോ എന്ന് പറയും. അതായത് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നതിന് സാങ്കല്പികമാണ്. വോട്ട് പോകുമെന്നുള്ള ഒരു പേടിയാണ്, ഭീതിയാണ്. അത് ശരിയല്ല. ഒരു കറക്റ്റായിട്ടൊരു പ്രിൻസിപ്പിൾഡ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കുകയാണ്. ഞങ്ങൾ പൗരാവകാശത്തിനൊപ്പമാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കും. അതിന് പകരം ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഗവൺമെൻറ് പറയുകയാണ്, ഇത് കണ്ടില്ലേ, ഇത് ജനങ്ങൾ ഇളകുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല, കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തോളാം എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അങ്ങനെയല്ല ഭരണത്തിലിരിക്കുന്നവർ ചെയ്യേണ്ടത്. അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതി ഒരു വിധി തന്നിരിക്കുകയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ പെട്ട ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ അവർക്ക് ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അത് മതത്തിലെ മെമ്പറായി പോയതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. അപ്പം ആ സ്വാതന്ത്ര്യം ഉറപ്പിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. കോടതി എന്തായാലും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുള്ളൂ. മാറ്റം എന്ന് പറയുന്നത് പുറകോട്ട് മാറുക എന്നുള്ളതല്ല, മാറ്റം പുതിയ മൂല്യങ്ങൾ കണ്ടുപിടിച്ച് ഒരു പടി കൂടി മുന്നോട്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആധുനിക സയൻറ്റിഫിക് വാല്യൂസൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മാറ്റമാകണം. നേരത്തെ നേപ്പാളിലൊക്കെ ഇപ്പോഴും മെൻസ്ട്രൽ ഏജിലുള്ള ആളുകൾ, അതായത് ഈ ഒരു സ്ത്രീയുടെ പീരീഡ്സിൻ്റെ സമയത്ത് അവരെ വീട്ടിൽ നിന്ന് പോലും മാറ്റി താമസിപ്പിക്കുന്ന ഒരു അനാചാരമുണ്ട്. ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നമ്മൾ എന്നെ എടുത്തു കളയേണ്ടതാണ്. അപ്പോൾ അവിടെ പല സ്ത്രീകൾക്കും അതിൽ പെൺകുട്ടികൾക്കൊക്കെ അപകടം ഉണ്ടായ സ്ഥിതിയും നാച്ചുറൽ കലാമിറ്റി ഒക്കെ ഉണ്ടായതൊക്കെ വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ BBC-യിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അതില്ലാത്തതുകൊണ്ട്. പക്ഷേ ഒരു മതത്തിൻ്റെ ആചാരമാണെന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഇതൊക്കെ അനുവർത്തിക്കുകയാണെങ്കിൽ അതൊക്കെ എന്നേ കളയേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ ഈ മാറ്റം ഉണ്ടാകേണ്ടത് മുന്നോട്ടാണ്, പുറകോട്ടല്ല. തീർച്ചയായും. ഇവിടെ നോക്കൂ, ഇന്ന് നിയമമന്ത്രിയോട് ഇത് വിഷയത്തിൽ പ്രതികരണം തേടുമ്പോൾ ഒരു നിമിഷം കൊണ്ടെടുക്കാൻ പറ്റുന്നതല്ല സർക്കാർ നിലപാട് എന്നതാണ് ഇന്ന് നിയമമന്ത്രി P. രാജീവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ശ്രീ രാജേഷ് ചിറപ്പാട്, ഈ കോടതി പറയുന്നത് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും 4 വോട്ടിന് വേണ്ടിയോ മുഖ്യമന്ത്രി എത്ര തവണ ആവർത്തിച്ച് ആ വാക്കുകൾ ഉപയോഗിക്കും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയോ എടുക്കേണ്ടതല്ല ഒരു നിലപാട് ഒരു വിഷയത്തിലെ. ആ രീതിയിലുള്ള നിലപാട് പറഞ്ഞുകൊണ്ടാണ് CPM ഈ വിഷയത്തെ ആദ്യം സമീപിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇത് വീടുകൾ കയറി ഇറങ്ങി തിരുത്തി പറയുന്ന സാഹചര്യമുണ്ടായി. ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് അന്ന് പറഞ്ഞു, വിശ്വാസപരമായ കാര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് ആചാരപരമായ നിലപാട് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതൊരു സന്ദേശമായിരുന്നു. ഇന്നിപ്പോൾ ആ മാറ്റി പറഞ്ഞ കാര്യങ്ങളിലും പിന്നീട് ആ നിലപാടുകൾ അന്നെടുത്ത പോലത്തെ നിലപാടുകൾ സ്വീകരിക്കാത്തതിലും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് തങ്ങളെന്നതാണ് NSS ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ നിലപാട് മാറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ NSS തുടരുന്നു. ആ ഒരു സന്ദേശം തന്നെ അദ്ദേഹം ഇന്നും വാക്കുകളിലൂടെ നൽകുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായി മാറുകയാണോ? അല്ല, അതിൻ്റെ അകത്ത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ അദ്ദേഹം നിയമപരമായ കാര്യങ്ങളാണ്, അതിൻ്റേതായ വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞതിനോടൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. അദ്ദേഹം നിയമത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും, അതിനോടൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുകയുടെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇപ്പം സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും ഈ പറഞ്ഞ ഭരണകൂടത്തിൻ്റെ മറ്റ് സംവിധാനങ്ങൾക്കും ഉണ്ട്. അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പോലീസ് സംവിധാനങ്ങൾ, പിന്നെ ജനാധിപത്യ ലെജിസ്ലേറ്റീവായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്കെല്ലാം തന്നെ ഒരു കോടതി വിധിയെ നടപ്പിലാക്കേണ്ടതായ ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള സാമൂഹ്യ സംഘർഷത്തിൻ്റേതായ ഒരു പ്രശ്നം ഉരുത്തിരിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. അല്ലാതെ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനാധിപത്യ ഗവൺമെൻറ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
ഒരു കോടതി വിധി ഒരു ലോ ആൻഡ് ഓർഡർ ഒരു വിഷയം വരുമ്പോൾ ലോ ആൻഡ് ഓർഡർ വിഷയമില്ല എന്ന് വെറുതെ പറയുന്നതാണ്. അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിയല്ല. ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട്. നമ്മൾ ശബരിമലയിൽ വളരെ എന്തെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഒരു വർഗീയ കലാപത്തിലേക്കോ മറ്റോ പോകുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇതൊന്നും യാന്ത്രികമായി നടപ്പിലാക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ തുല്യതയെന്ന് പറയുന്നതും എല്ലാ അനാചാരങ്ങളും മാറ്റപ്പെടേണ്ടത് തന്നെയാണെന്നുള്ളതൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യം. അവിടെയൊന്നും ഒരു തർക്കത്തിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനും വരുന്നില്ല, പിന്നെ പാർട്ടികൾക്കോ സെക്യുലർ പാർട്ടികൾക്കോ ഇടതുപക്ഷ പാർട്ടികൾക്കോ വരുന്നില്ല. അവിടെയൊക്കെ എന്താ തർക്കമുള്ളത്? ഒരു തർക്കവുമില്ല. തർക്കം വരുന്നത് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരും. സാമൂഹ്യമായ സംഘർഷങ്ങളെ മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ചില വർഗീയ ചേരികളുണ്ട്. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം എവിടെ വരാനാണ്? നോക്കൂ, ഈ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആരും ശബരിമലയിലേക്ക് വരുന്നില്ല. ഇപ്പോഴും ആ വിധി സ്റ്റേ ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ. ഇപ്പോൾ ആരും പക്ഷേ ശബരിമലയിൽ പ്രവേശനത്തിന് ചെല്ലുന്നില്ല. സർക്കാർ ഒരു നിലപാട് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമെന്ന് ജനങ്ങളെയോ വിശ്വാസികളെയോ പോലും കുറച്ച് കാണേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോ വോട്ട് തന്നെയാണ് പ്രശ്നം എന്നത് നമുക്കറിയാമല്ലോ. സർക്കാർ അല്ലാതെ സർക്കാരിന് മുന്നിൽ നിലപാട് പറയുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഈ അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ സമുദായ നേതാക്കളെ ഒപ്പം നിർത്താനാണ്. അന്ന് അതിനനുകൂലമായുള്ള നിലപാടുകൾ പറഞ്ഞു. പക്ഷേ അത് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയാകുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പറയേണ്ടുന്ന സാഹചര്യം കൂടി വരുന്നത്. അവിടെ ഒരു നിലപാട് പറയാൻ സർക്കാരിന് തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയമല്ലാതെ മറ്റൊന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കുന്ന ഘടകമായി ഇവിടെ ഇല്ല. അങ്ങനെ അതിൽ ഭാഗികമായ അങ്ങനെയല്ല ആ വിഷയത്തെ അങ്ങനെയല്ല സമീപിക്കേണ്ടത്. കാരണം നമുക്കറിയാം ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി യുവതീ പ്രവേശനം എന്ന് പറയുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, വളരെ കൃത്യമായി അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ ഇവിടെ എന്തുമാത്രം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.